മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സ്വാതിയാണെങ്കിൽ എങ്ങനെയെങ്കിലും കണ്ണൻ്റെ മനസ്സിൽ ഇടം നേടാൻ ശ്രമിക്കുന്നു. മഹാലക്ഷ്മി കണ്ണൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയ ആ സ്ഥിതിക്ക് മറ്റാരെങ്കിലും കണ്ണൻ്റെ മനസ്സ് കീഴടക്കുന്നതിന് മുമ്പിട്ട് ആ സ്ഥാനം കൈയടക്കാനാണ് പുള്ളിക്കാരി വന്നിരിക്കുന്നത്. സ്വന്തമായിട്ട് ജ്യൂസ് ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്ന് കൊടുക്കുന്ന സമയത്ത്, നീ സ്വന്തമായിട്ട് ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ പഠിച്ചോ? ഒരു ജ്യൂസ് ഉണ്ടാക്കുന്നതിന് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറയുന്ന സമയം കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയെ കല്യാണം കഴിച്ച് കൂട്ടിക്കൊണ്ടു വന്നതിന് ശേഷം കമലേശ്വരം തറവാട്ടിലേക്ക് പോലും വരാത്ത സ്വാതി ഇപ്പം തൻ്റെ അടുത്തേക്ക് വരികയും തൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിൻ്റെ കാര്യമൊക്കെ മനസ്സിലാകുന്നുണ്ട്. മഹാലക്ഷ്മി പോയ സ്ഥാനത്ത് കയറിപ്പറ്റാനാണ് അവൾ വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കി തന്നെ കണ്ണൻ സ്വാതിക്കൊരു പ്രതീക്ഷ കൊടുക്കുന്നത് പോലെ പറയുന്നു. എന്തായാലും നിന്നെ കല്യാണം കഴിക്കുന്ന ആളുടെ ഭാഗ്യം. അത് കേട്ട് നാണത്തോടെ നിൽക്കുന്നുണ്ട് സ്വാതിക്ക് ഒരിക്കലും കണ്ണനെ മഹാലക്ഷ്മി സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ പറ്റില്ലെന്നുള്ള കാര്യം വ്യക്തമായിട്ട് അറിയാം. പിന്നെ സ്വത്തിനു വേണ്ടി മേഘനും അതുപോലെ അമ്മാവനും അമ്മായിയൊക്കെ എരിപിരി കയറ്റി പറഞ്ഞു വിട്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കി തന്നെയാണ് കണ്ണൻ സ്വാതിയുടെ മുമ്പിൽ നിൽക്കുന്നത്. സ്വാതിയും അതുപോലെ തന്നെ കണ്ണൻ്റെ സ്വത്തുക്കൾ സ്വന്തമാക്കിയതിനു ശേഷം തൻ്റെ ജീവിതത്തിൽ നിന്ന് പോലും അദ്ദേഹത്തെ ഒഴിച്ചു കളഞ്ഞ് മറ്റൊരു ജീവിതത്തിലേക്ക് പോകാം എന്ന പ്രതീക്ഷയോടെ തന്നെയാണ് നിൽക്കുന്നത്. അതേസമയം മഹാലക്ഷ്മി ആണെങ്കിൽ കരുണാലയത്തിലേക്ക് വരുന്നു. മോഹിനിയമ്മയെ കാണാൻ വേണ്ടിയിട്ട് വരുന്ന മഹാലക്ഷ്മിയെ അപമാനിക്കുന്നുണ്ട് മുത്തശ്ശിയും പ്രതാപനും കൂടി ചേർന്ന്. നിനക്ക് അല്പമെങ്കിലും നാണോ മാനോ അഭിമാനം ഉണ്ടെങ്കിൽ ഈ വീട്ടിലേക്ക് കയറി വരുമായിരുന്നോ? ഈ വീട്ടിലേക്കെന്നല്ല, കമലേശ്വരം തറവാട്ടിലേക്കോ ഞങ്ങളുടെ ബന്ധുക്കൾ താമസിക്കുന്ന ഒരു വീട്ടിലേക്കോ കയറി വരാൻ പാടില്ല. അത്രയ്ക്ക് നാണം കെട്ടവളാ. നിന്നെപ്പറ്റി ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. നീ ആ പാവം കണ്ണൻ്റെ ജീവിതത്തിൽ കയറി എന്തുമാത്രം അഹങ്കരിച്ചു. എന്നിട്ട് അവനെ തന്നെ ചതിച്ച് പകുതി സ്വത്തുക്കൾ സ്വന്തമാക്കിയില്ലേടി ദുഷ്ടേ എന്നൊക്കെ ചോദിക്കുന്ന സമയം മോഹിനിയമ്മയാണെങ്കിൽ ഇടയ്ക്ക് കയറുന്നു. അതിനനുസരിച്ച് മോഹിനിയമ്മയ്ക്കും കണക്കിന് കൊടുക്കുന്നുണ്ട് മുത്തശ്ശി. അതിനിടയ്ക്ക് പ്രതാപനെ കാണാൻ നമ്മുടെ മേഘനാഥൻ പോകുന്നു. എന്താടാ മേഘ, നിന്റെ പുതിയ പ്ലാൻ? മഹാലക്ഷ്മി പോയില്ലേ, ഇനി നമുക്ക് എന്തും നടപ്പിലാക്കാൻ പറ്റും എന്നൊക്കെ പ്രതാപൻ പറയുന്ന സമയത്ത് മേഘൻ പറയുന്നു, എൻ്റെ അനിയത്തി സ്വാതിയെ കണ്ണൻ വിവാഹം കഴിച്ചിരിക്കണം. അഥവാ അവൻ സ്വാതി വിവാഹം കഴിക്കാൻ സമ്മതമല്ലെന്ന് പറയുവാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഇനി ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടാകില്ല. എന്തായാലും ആദ്യം പറ്റിയ ആ മണ്ടത്തരം ഇനി ആവർത്തിക്കാൻ പാടില്ല അങ്കിളെ. മഹാലക്ഷ്മി എന്ന് പറയുന്ന അവളെ കണ്ണൻ വിവാഹം കഴിക്കുന്നതിലൂടെ കരുണയ്ക്കൊരു കൂട്ടാകും, കരുണയ്ക്കൊരു സഹായമാകും എന്നൊക്കെ കരുതിയിട്ടല്ലേ മഹാലക്ഷ്മിയെ കണ്ണൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ എല്ലാവരും കൂടി കൂട്ടിക്കൊണ്ടു വന്നത്. എന്നിട്ട് എന്തായി? സ്വത്തുക്കൾ മുഴുവനും അവൾ സ്വന്തമാക്കി, അതുപോലെ അവളുടെ അടിമകളാക്കി നമ്മളെ തീർത്തു. എന്തിനു പറയുന്ന, അങ്കിളിൻ്റെ മരുമകൻ പോലും അവളുടെ മുമ്പിൽ കൈ കുമ്പിട്ട് നിന്നല്ലേ ശമ്പളം പോലും പറ്റേണ്ടി വന്നത്. അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുന്ന ശമ്പളം പോലും നേരിട്ട് കയ്യിൽ നിന്ന് മേടിക്കുന്ന രൂപത്തിൽ അവനും അവളും കൂടി ആക്കി തീർത്തില്ലേ. ഇനി അങ്ങനൊരു മണ്ടത്തരം ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുമ്പോൾ പ്രതാപനും പറയുന്നു, സ്വാതി അല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ അവൻ വിവാഹം കഴിക്കാൻ ഞാനും സമ്മതിക്കില്ല. എന്തായാലും കരുണമോൾക്ക് ഒരുപാട് നാൾക്ക് ശേഷം ആ മുഖത്തെ സന്തോഷവും പ്രസരിപ്പും ഒക്കെ കണ്ടിട്ട് എനിക്ക് തന്നെ സന്തോഷമായി. അവൾ മനസ്സറിഞ്ഞ് സന്തോഷിക്കുന്നത് വിവാഹത്തിന് ശേഷം ഇപ്പോഴാടാ മേഘ എന്ന് പ്രതാപൻ പറയുന്ന സമയത്ത്, ഇനി അവളുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ നാളുകളല്ലേ വരാൻ പോകുന്നത്. കണ്ണൻ്റെ കണക്കറ്റ സ്വത്തുക്കളിൽ ഒരു ഭാഗം മാത്രമേ മഹാലക്ഷ്മിക്ക് സ്വന്തമാക്കാൻ പറ്റിയിട്ടുള്ളൂ. അതെന്തായാലും അവളുടെ കയ്യിൽ നിന്ന് തിരിച്ച് നമ്മൾ എഴുതി മേടിച്ചിരിക്കും. ബാക്കി സ്വത്തുക്കൾ കടക്കുമല്ലേ, അവന് പോലും കണക്ക് കാണില്ല. അവൾ ഒഴിഞ്ഞു പോയതോടെ നമ്മുടെ എല്ലാവരുടെയും ജീവിതം മാറി മറിയാൻ പോകുക എന്ന് പറഞ്ഞ് സന്തോഷിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാകുമെന്ന് കാത്തിരിക്കാം.